ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് എസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ 39ാമത്തെ ദിവസത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് വേൾഡ് ഹിസ്റ്ററിയിലെ യുഎന്നുമായി ബന്ധപ്പെട്ട് PSC എക്സാമുകളിൽ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളുമാണ്. ക്ലാസ് മൊത്തമായി കാണുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. വൈകിട്ട് കൃത്യം 9 മണിക്ക് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് 2021 മുതൽ 2025 വരെ PSC ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദിച്ച മുഴുവൻ PYQൻ്റെയും ഒരു ക്വസ്റ്റ്യൻ ബോളും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ എന്താണോ പഠിച്ചത് എന്നുള്ളത് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ബോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടി എല്ലാവരും പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യം സർവ്വരാജ സഖ്യത്തിനെ കുറിച്ചാണ്. അതായത് ലീഗ് ഓഫ് നേഷൻ അല്ലെങ്കിൽ സർവ്വരാജ സഖ്യം നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1920 ജനുവരി 10 സർവ്വരാജ സഖ്യം അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷൻ നിലവിൽ വന്നത്. ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ജനീവ, സ്വിറ്റ്സർലൻഡ്. സ്ഥാപക അംഗസംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ 42 സർവ്വരാജ സഖ്യത്തിൻ്റെ സ്ഥാപക അംഗസംഖ്യ എന്ന് പറയുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് രൂപം കൊണ്ട അന്താരാഷ്ട്ര സമാധാന സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് രൂപം കൊണ്ട അന്താരാഷ്ട്ര സമാധാന സംഘടന ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ലീഗ് ഓഫ് നേഷൻ ആണ്. രാഷ്ട്രങ്ങളുടെ സ്വയം നിർണായക അവകാശം ഉറപ്പുവരുത്തിക്കൊണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ സമാധാനവും സുരക്ഷിതത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്ന സഖ്യമാണ് സർവ്വരാജ സഖ്യം എന്ന് പറയുന്നത്. അപ്പോൾ രാഷ്ട്രങ്ങളുടെ സ്വയം നിർണായക അവകാശം ഉറപ്പുവരുത്തിക്കൊണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ സമാധാനവും സുരക്ഷിതത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർവ്വരാജ്യ സഖ്യം അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷൻ എന്ത് ചെയ്തത് നിലവിൽ വന്നത്. ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന. ഒത്തിരി തവണ PSC ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് സർവ്വരാജ സഖ്യം അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ്? അതാണ് ഏതെന്ന് പറയുന്നത് സർവ്വരാജ്യ സഖ്യം. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമതൊരു ലോകമഹായുദ്ധം ഉണ്ടാകാതെ തടയുക എന്നുള്ളതായിരുന്നു സർവ്വരാജ്യ സഖ്യം അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷന്റെ ലക്ഷ്യം. എന്താണെന്ന് ചോദിച്ചാൽ രണ്ടാമതൊരു ലോകമഹായുദ്ധം ഉണ്ടാകാതെ തടയുക എന്നുള്ളതായിരുന്നു. സർവ്വരാജ്യ സഖ്യത്തിന്റെ രൂപീകരണത്തിന് വഴിതെളിച്ച സന്ധി ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് വേഴ്സായി സന്ധിയാണ്. 1919 വേഴ്സായി സന്ധിയാണ് സർവ്വരാജ്യ സഖ്യം അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷന്റെ രൂപീകരണത്തിന് വഴിതെളിച്ച സന്ധിയാണ് വേഴ്സായി സന്ധി. മറക്കരുത്, പഠിച്ചു വയ്ക്കണം. വേഴ്സായി സന്ധി 1919. നിങ്ങൾ ഈ ക്ലാസ് മൊത്തമായി കാണുമ്പോഴേക്കും UN ബന്ധപ്പെട്ട മുഴുവൻ ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ 1-2 തവണയെങ്കിലും ഈ ക്ലാസ് കാണുക. ഓക്കെ, സർവ്വരാജ സഖ്യം എന്ന ആശയം മുന്നോട്ട് വച്ചത് വൂഡ്രോ വിൽസൺ ആണ്. ഓക്കെ, അപ്പോൾ സർവ്വരാജ സഖ്യം എന്ന ആശയം മുന്നോട്ട് വച്ചത് ആരാണ്? വൂഡ്രോ വിൽസൺ ആണ്. സർവ്വരാജ സഖ്യത്തിൽ അംഗമല്ലാതിരുന്ന പ്രമുഖ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയാണ്. അപ്പോൾ സർവ്വരാജ സഖ്യത്തിൽ അംഗമല്ലാതിരുന്ന പ്രമുഖ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയാണ്. സർവ്വരാജ സഖ്യത്തിന്റെ രൂപീകരണത്തിന് കാരണമായ 14 നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് വൂഡ്രോ വിൽസൺ ആണ്. അപ്പോൾ സർവ്വരാജ സഖ്യത്തിന്റെ രൂപീകരണത്തിന് കാരണമായ 14 നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചതും ആര് തന്നെയാ? വൂഡ്രോ വിൽസൺ ആണ്. കാരണം സർവ്വരാജ സഖ്യം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതും വൂഡ്രോ വിൽസൺ ആണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു സർവ്വരാജ സഖ്യം നമ്മൾ രൂപീകരിച്ചത്? അതായത് ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിലവിൽ ഈ പറയുന്ന സർവ്വരാജ സഖ്യം അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷൻ രൂപീകരിച്ചത്. ഓക്കെ, അപ്പോൾ ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് മക്കളെ? വൂഡ്രോ വിൽസൺ ആണ്. ഇതിൽ അംഗമല്ലാതിരുന്ന പ്രമുഖ രാജ്യം ചോദിച്ചാലോ അത് അമേരിക്കയാണ്. അതേപോലെ തന്നെ സർവ്വരാജ സഖ്യത്തിന്റെ രൂപീകരണത്തിന് വേണ്ടി 14 ഈ പറയുന്ന നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാ? വൂഡ്രോ വിൽസൺ ആണ്. ഓക്കെ, 14 നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കപ്പെട്ട അന്താരാഷ്ട്ര സമ്മേളനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാരീസ് സമ്മേളനമാണ്. ഓക്കെ, അപ്പോൾ 14 നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കപ്പെട്ട അന്താരാഷ്ട്ര സമ്മേളനമാണ്
പാരീസ് സമ്മേളനം നടന്നത് 1919 ഓർത്തു വയ്ക്കുക. അപ്പോൾ 14 നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കപ്പെട്ട അന്താരാഷ്ട്ര സമ്മേളനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പാരീസ് സമ്മേളനമാണ്. സർവ്വരാജ്യ സഖ്യത്തിന്റെ ഭരണഘടന അറിയപ്പെടുന്നത് കവനന്റ് എന്ന പേരിലാണ്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. PYQ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ചോദ്യം കണ്ടിട്ടുണ്ടാവും. സർവ്വരാജ്യ സഖ്യം അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷന്റെ ഭരണഘടന അറിയപ്പെടുന്നത് കവനന്റ്. ശ്രദ്ധിക്കുക, സർവ്വരാജ്യ സഖ്യത്തിന്റെ ഭരണഘടന അറിയപ്പെടുന്നത് കവനന്റ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സർവ്വരാജ്യ സഖ്യത്തിന്റെ നിയമ സംഹിത ഒപ്പുവെച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 1919 ജൂൺ 28 സർവ്വരാജ്യ സഖ്യത്തിന്റെ നിയമസംഹിത ഒപ്പുവെച്ചത്. 1919 ജൂൺ 28. ഞാൻ വീണ്ടും പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒത്തിരി റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഈ ടോപ്പിക്കിൽ നിന്നും വരുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ആർക്കും കുഴപ്പമില്ല എന്ന് കരുതുന്നു. സർവ്വരാജ്യ സഖ്യത്തിന്റെ ആദ്യ സമ്മേളനത്തിന്റെ വേദിയായിരുന്നു പാരീസ്. 1920 ജനുവരി 16. അപ്പോൾ സർവ്വരാജ്യ സഖ്യത്തിന്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായ നഗരം ചോദിച്ചു കഴിഞ്ഞാൽ അത് പാരീസ് ആണ്. ഏതാണ്? പാരീസ്. ആദ്യ പൊതുസമ്മേളനം നടന്നത് 1920 നവംബർ 15 ജനീവ. അപ്പോൾ ആദ്യ പൊതുസമ്മേളനം ലീഗ് ഓഫ് നേഷന്റെ നടന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ മക്കളെ എന്നാണ്? 1920 നവംബർ 15 ജനീവ. 1920 നവംബർ 15 ജനീവ. അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. സർവ്വരാജ്യ സഖ്യത്തിന്റെ പ്രഥമ സെക്രട്ടറി ജനറൽ ആയിരുന്നു സർ ജെയിംസ് എറിക് ഡ്രമ്മണ്ട് എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടുകാരനായിട്ടുള്ള സർ ജെയിംസ് എറിക് ഡ്രമ്മണ്ട് ആണ്. ഓക്കെ, അപ്പോൾ സർവ്വരാജ്യ സഖ്യത്തിന്റെ പ്രഥമ സെക്രട്ടറി, ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു ജനറൽ സർ ജെയിംസ് എറിക് ഡ്രമ്മണ്ട്. സർ ജെയിംസ് എറിക് ഡ്രമ്മണ്ട്. ഓക്കെ, അപ്പോൾ ആരായിരുന്നു സർവ്വരാജ്യ സഖ്യത്തിന്റെ പ്രഥമ സെക്രട്ടറി എന്ന് പറയുന്നത്? ജനറൽ സർ ജെയിംസ് എറിക് ഡ്രമ്മണ്ട്. സർ ജെയിംസ് എറിക് ഡ്രമ്മണ്ട്. ഓക്കെ, ഇംഗ്ലണ്ടുകാരനായിരുന്നു. എന്നാൽ ലോകമഹായുദ്ധകാലത്ത് സർവ്വരാജ്യ സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആയിരുന്നത് സീൻ ലെസ്റ്റർ ആയിരുന്നു എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ എന്താണ് ലോകമഹായുദ്ധകാലത്ത് ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെക്രട്ടറി ജനറൽ സീൻ ലെസ്റ്റർ ആയിരുന്നു. അയർലൻഡുകാരനായിട്ടുള്ള അവസാനത്തെ സെക്രട്ടറി ജനറൽ ആണ് ആരെന്ന് പറയുന്നത്? സീൻ ലെസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ സീൻ ലെസ്റ്റർ ഏത് രാജ്യക്കാരനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയർലൻഡുകാരനായിരുന്നു എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ സീൻ ലെസ്റ്റർ എന്താണ്? ലോകമഹായുദ്ധകാലത്ത് സർവ്വരാജ്യ സഖ്യത്തിന്റെ സെക്രട്ടറി ആയിരുന്നു സീൻ ലെസ്റ്റർ. സീൻ ലെസ്റ്റർ ഏത് രാജ്യക്കാരനാ? അയർലൻഡുകാരനായിട്ടുള്ള അവസാനത്തെ സെക്രട്ടറി ജനറൽ ആയിരുന്നു. സർവ്വരാജ്യ സഖ്യത്തിന്റെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സമിതി, സഭ, സെക്രട്ടേറിയറ്റ്. ഓക്കെ, അപ്പോൾ ഓർത്തു വച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സർവ്വരാജ്യ സഖ്യത്തിന്റെ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെട്ടത് ഏതാണ് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നൊക്കെ PSC ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തണം. സർവ്വരാജ്യ സഖ്യത്തിന്റെ പ്രധാന ഘടകങ്ങളാണ് 3 ഓർത്തു വച്ചോ മക്കളെ: സമിതി, സഭ, സെക്രട്ടേറിയറ്റ്. ഏതൊക്കെയാണ്? സമിതി, സഭ, സെക്രട്ടേറിയറ്റ് ആണ് സർവ്വരാജ്യ സഖ്യം അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷന്റെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത്. സമിതി, സഭ, സെക്രട്ടേറിയറ്റ് 3 ഓർത്തു വയ്ക്കുക. സർവ്വരാജ്യ സഖ്യം പിരിച്ചുവിട്ട വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1946 ഏപ്രിൽ 20 സർവ്വരാജ്യ സഖ്യം പിരിച്ചുവിട്ടത്. അപ്പോൾ സർവ്വരാജ്യ സഖ്യം പിരിച്ചുവിട്ട വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1946 ഏപ്രിൽ 20 സർവ്വരാജ്യ സഖ്യം പിരിച്ചുവിട്ടത്. അപ്പോൾ ഇത്രയാണ് ലീഗ് ഓഫ് നേഷൻ അല്ലെങ്കിൽ സർവ്വരാജ്യ സഖ്യത്തെക്കുറിച്ച് PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പഠിക്കാനുള്ളത്. പറഞ്ഞ കാര്യം മക്കളെ ഞാൻ ഒന്നുകൂടി പറയാം. സർവ്വരാജ്യ സഖ്യം അതിൻ്റെ ഇംഗ്ലീഷാണ് ലീഗ് ഓഫ് നേഷൻ. നിലവിൽ വന്നത് 1920 ജനുവരി 10. അപ്പോൾ സർവ്വരാജ്യ സഖ്യം നിലവിൽ വന്നത് 1920 ജനുവരി 10. ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലൻഡ്. സ്ഥാപക അംഗസംഖ്യ 42 ആയിരുന്നു. അതായത് സർവ്വരാജ്യ സഖ്യത്തിന്റെ സ്ഥാപക അംഗസംഖ്യ 42. നിലവിൽ വന്നത് 1920. ആസ്ഥാനം സ്വിറ്റ്സർലൻഡ്, ജനീവ. അതേപോലെ ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് രൂപം കൊണ്ട അന്താരാഷ്ട്ര സമാധാന സംഘടന. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് രൂപം കൊണ്ട അന്താരാഷ്ട്ര സമാധാന സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രാഷ്ട്രങ്ങളുടെ സ്വയം നിർണായക അവകാശം ഉറപ്പുവരുത്തിക്കൊണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ സമാധാനവും
സുരക്ഷിതത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി നിലവിൽ വന്ന സഖ്യമാണ്. അതായത് രാജ്യങ്ങളൊക്കെ തമ്മിൽ എന്താണ്, ഇനി ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കാനും അതേപോലെ തന്നെ എന്താണ്, എല്ലാ രാജ്യങ്ങളും തമ്മിൽ എന്താണ് നല്ലൊരു ബന്ധം പുലർത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാനും സമാധാനം അതേപോലെ തന്നെ സുരക്ഷിതത്വവും എന്താണ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപം കൊണ്ട ഒരു സംഘടന അല്ലെങ്കിൽ ഒരു സഖ്യമാണ് സർവ്വരാജ്യ സഖ്യം അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്നത്. രൂപം കൊണ്ടത് എന്നാണ്? 1920 ജനുവരി 10. ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലൻഡ്. എത്ര പേരുണ്ടായിരുന്നു? 42. ഓക്കെ. ഇനി ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ തവണ PSC ചോദിച്ച ചോദ്യമാണിത് മക്കളെ, ഓർത്തു വയ്ക്കുക, മറക്കരുത്. ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ് എന്ന് ചോദിച്ചാൽ ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടനയാണ് ഏതെന്ന് പറയുന്നത്? സർവ്വരാജ്യ സഖ്യം. സർവ്വരാജ്യ സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഇനിയൊരു മഹാലോക യുദ്ധം ഉണ്ടാകാതിരിക്കുക, അതായത് രണ്ടാമതൊരു ലോകമഹായുദ്ധം ഉണ്ടാകാതെ തടയുക എന്നുള്ളത് തന്നെയായിരുന്നു ലീഗ് ഓഫ് നേഷന്റെ ശരിക്കും എന്തെന്ന് പറയുന്നത് ലക്ഷ്യം എന്ന് പറയുന്നത്. സർവ്വരാജ്യ സഖ്യത്തിന്റെ രൂപീകരണത്തിന് വഴി തെളിച്ച സന്ധിയാണ് വേഴ്സായ് സന്ധി 1919. സർവ്വരാജ്യ സഖ്യം എന്ന ആശയം മുന്നോട്ട് വച്ചത് വൂഡ്രോ വിൽസൺ. എന്നാൽ സർവ്വരാജ്യ സഖ്യത്തിൽ അംഗമല്ലാതിരുന്ന പ്രമുഖ രാജ്യം ചോദിച്ചാൽ അത് അമേരിക്കയാണ്. അതേപോലെ തന്നെ സർവ്വരാജ്യ സഖ്യം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 14 ഇന നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് വൂഡ്രോ വിൽസൺ ആണ്. 14 ഇന നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കപ്പെട്ട അന്താരാഷ്ട്ര സമ്മേളനം ചോദിച്ചാൽ അത് പാരീസ് സമ്മേളനമാണ്. സർവ്വരാജ്യ സഖ്യത്തിന്റെ ഭരണഘടന അറിയപ്പെടുന്നത് മക്കളെ കവനന്റ് എന്ന പേരിലാണ്. സർവ്വരാജ്യ സഖ്യത്തിന്റെ ഭരണഘടന കവനന്റ് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം. സർവ്വരാജ്യ സഖ്യത്തിന്റെ നിയമസംഹിത ഒപ്പുവെച്ചത് 1919 ജൂൺ 28. സർവ്വരാജ്യ സഖ്യത്തിന്റെ ആദ്യ സമ്മേളനത്തിന്റെ വേദി പാരീസ് ആയിരുന്നു. അതേപോലെ തന്നെ ആദ്യ പൊതുസമ്മേളനം നടന്നതാണെങ്കിലോ ജനീവയിലാണ്. സർവ്വരാജ്യ സഖ്യത്തിന്റെ പ്രഥമ സെക്രട്ടറി ഓർത്തു വയ്ക്കുക ജെയിംസ് എറിക് ഡ്രമ്മണ്ട് ആയിട്ടുള്ള ആള് ഇംഗ്ലണ്ടുകാരനായിരുന്നു എന്നുള്ളതും ഓർത്തു വയ്ക്കുക. എന്നാൽ ലോകമഹായുദ്ധകാലത്ത് സർവ്വരാജ്യ സഖ്യത്തിന്റെ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ അത് സീൻ ലെസ്റ്റർ ആണ്. അദ്ദേഹം അയർലൻഡുകാരനായിരുന്നു എന്നുള്ളതും ഓർത്തു വയ്ക്കുക. സർവ്വരാജ്യ സഖ്യത്തിന്റെ പ്രധാന ഘടകങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ 3 എണ്ണമാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ്. സമിതി, അതേപോലെ തന്നെ സഭ, സെക്രട്ടേറിയറ്റ്. സമിതി, സഭ, സെക്രട്ടേറിയറ്റ്. സർവ്വരാജ്യ സഖ്യം പിരിച്ചുവിട്ടത് 1946 ഏപ്രിൽ 20-നാണ്. സർവ്വരാജ്യ സഖ്യം പിരിച്ചുവിട്ടത് 46 ഏപ്രിൽ 20. അപ്പോൾ ഇത്രയാണ് സർവ്വരാജ്യ സഖ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടുകൂടി മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്കിനി UNOനെ കുറിച്ച് പഠിക്കാം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ മക്കളെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. നിങ്ങൾ കേട്ടിരുന്നാൽ മാത്രം മതി. ക്ലാസ് കഴിയുമ്പോഴേക്കും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കും. ഓക്കെ. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന UNO സ്ഥാപിച്ചത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. നോക്കിക്കോ, 1945 ഒക്ടോബർ 24-നാണ് ഐക്യരാഷ്ട്രസഭ സ്ഥാപിച്ചത്. എന്നാണ് ഐക്യരാഷ്ട്രസഭ സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1945 ഒക്ടോബർ 24. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. 1945 ഒക്ടോബർ 24. ആസ്ഥാനം ന്യൂയോർക്ക്, മാൻഹട്ടൻ. യൂറോപ്യൻ ആസ്ഥാനം ചോദിച്ചാൽ അത് ജനീവയാന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഐക്യരാഷ്ട്ര സഭ എന്നാണ് ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1945 ഒക്ടോബർ 24. ഓക്കെ. ആസ്ഥാനം ന്യൂയോർക്ക്, മാൻഹട്ടൻ. യൂറോപ്യൻ ആസ്ഥാനം ചോദിച്ചാൽ ജനീവയാണ്. അംഗസംഖ്യ 193 നിലവിലെ അംഗസംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ അംഗസംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ അത് 193. ലീഗ് ഓഫ് നേഷന്റെ അംഗസംഖ്യ ചോദിച്ചാൽ എത്രയാണ്? അത് 42 ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇതൊക്കെ അംഗസംഖ്യയൊക്കെ മിക്കപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഓർത്തു വച്ചേക്കുക. ഓക്കെ. അപ്പോൾ അംഗസംഖ്യ 193. ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര കായികേതര സംഘടന ഏതാന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ UNO എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കായികേതര അന്താരാഷ്ട്ര സംഘടനയാണ് UNO. മനുഷ്യാവകാശ സങ്കല്പത്തിന് ഉത്തേജനം നൽകിയ സംഘടന. അപ്പോൾ മനുഷ്യാവകാശ സങ്കല്പത്തിന് ഉത്തേജനം നൽകിയ സംഘടനയാണ് UNO. മനുഷ്യാവകാശ സങ്കല്പത്തിന് ഉത്തേജനം നൽകിയ സംഘടന. ദേശീയ പരമാധികാരം വൻ ശക്തി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്ന
സംഘടന. അപ്പോൾ ദേശീയ പരമാധികാരവും വൻശക്തി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്ന സംഘടന. അന്തർദേശീയ സമാധാനം സുരക്ഷയും പരിപോഷിപ്പിക്കാനായി നിലവിൽ വന്ന സംഘടന. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് വഴിവെച്ച ഉടമ്പടിയാണ് അറ്റ്ലാന്റിക് ചാർട്ടർ. വെരി വെരി ഇമ്പോർട്ടൻ്റ്. UNOയുടെ രൂപീകരണത്തിന് വഴിവെച്ച ഉടമ്പടി ഏതാണ് എന്ന് ചോദിച്ചാൽ ഒത്തിരി തവണ PSC ബേസ് ലെവലായിട്ടുള്ള ഒരു ചോദ്യമായി ചോദിച്ചേക്കുന്നതാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് വഴിവെച്ച ഉടമ്പടി ഏതാണെന്ന് ചോദിച്ചാൽ അറ്റ്ലാന്റിക് ചാർട്ടർ. അപ്പോൾ നമുക്ക് ബേസ് ലെവലായിട്ടുള്ള ചോദ്യങ്ങൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. കാരണം ഈ ഡിഗ്രിയിൽ പ്രിലിംസ് സ്റ്റേജ് 1 നിങ്ങൾ കണ്ടതാണ്. അതിൻ്റെ അകത്ത് ഒരു KS ലെവലുള്ള ചോദ്യം മുതൽ ഈ പറയുന്ന നമ്മുടെ LGS ലെവലിലുള്ള ചോദ്യം വരെ അതിൻ്റെ അകത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. കാരണം ഇതൊക്കെ തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പരീക്ഷ എഴുതിയിട്ട് പോലും കാര്യമില്ല. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ബേസ് സ്റ്റോക്ക് GK ആണ് ഈ പറയുന്ന ചോദ്യമൊക്കെ. ഓക്കെ, അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് വഴിവെച്ച ഉടമ്പടിയാണ് അറ്റ്ലാന്റിക് ചാർട്ടർ. അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ച നേതാക്കളാണ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും അമേരിക്കൻ പ്രസിഡന്റ്, അതേപോലെ തന്നെ വിൻസ്റ്റൺ ചർച്ചിലായിട്ടുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് നിലവിൽ എന്ത് ഒപ്പുവെച്ചത്, അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ച നേതാക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ച നേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 2 പേരാണ്. അതായത് UNO രൂപീകരണത്തിന് വഴിവെച്ച ഉടമ്പടിയാണ് ഏതെന്ന് പറയുന്നത്, അറ്റ്ലാന്റിക് ചാർട്ടർ എന്ന് പറയുന്നത്. ഈ അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത് 2 നേതാക്കളാണ്, ലോക നേതാക്കൾ. അതിൽ ഒന്നാണ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റും അതേപോലെ തന്നെ നമ്മുടെ വിൻസ്റ്റൺ ചർച്ചിലാണ്, അദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ്. ഗാന്ധിജിയെ അഗ്നനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിൻസ്റ്റൺ ചർച്ചിലാണ്. അതേപോലെ തന്നെ നിലവിൽ സാഹിത്യത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്, നമ്മുടെ വിൻസ്റ്റൺ ചർച്ചിലാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഐക്യരാഷ്ട്ര സംഘടന എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആണ്. യുണൈറ്റഡ് നേഷൻ എന്ന പേര് നിർദ്ദേശിച്ചതും ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആണ്. അപ്പോൾ നമ്മൾ UNOയുമായി പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ച ലോക നേതാക്കളിൽ 2 പേരിൽ ഒരാളായിരുന്നു ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്, ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആണ്. അദ്ദേഹമാണ് യുണൈറ്റഡ് നേഷൻ എന്ന് പറയുന്ന ആ ഒരു പേര് നിർദ്ദേശിച്ചത് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആണ്. അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത് എന്നാണ് എന്നുള്ളത് നമുക്ക് പഠിക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ എന്നാണ് ഒപ്പുവെച്ചത്, 1941 ഓഗസ്റ്റ് 14 അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത്. അപ്പോൾ എന്നാണ് അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1941 ഓഗസ്റ്റ് 14 അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത്. അന്താരാഷ്ട്ര സംഘടന എന്ന ലക്ഷ്യത്തോടെ സോവിയറ്റ് യൂണിയൻ, ബ്രിട്ടൻ, അമേരിക്ക, ചൈന എന്നീ രാജ്യങ്ങൾ പങ്കെടുത്ത മോസ്കോ കോൺഫറൻസ് നടന്നതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1943 ഒക്ടോബർ നവംബർ മാസത്തിലാണ് മോസ്കോ കോൺഫറൻസ് നടന്നത്. അപ്പോൾ എന്നാണ് മോസ്കോ കോൺഫറൻസ് നടന്നതെന്ന് ചോദിച്ചാൽ 1943 മോസ്കോ കോൺഫറൻസ് നടന്നത്. അതായത് അന്താരാഷ്ട്ര സംഘടന എന്ന ലക്ഷ്യത്തോടെ സോവിയറ്റ് യൂണിയൻ, ബ്രിട്ടൻ, അമേരിക്ക, ചൈന എന്നീ രാജ്യങ്ങൾ പങ്കെടുത്ത മോസ്കോ കോൺഫറൻസ്. മൊത്തം 4 രാജ്യങ്ങളാണ് നിലവിൽ അന്താരാഷ്ട്ര സംഘടന എന്ന ലക്ഷ്യത്തോടു കൂടി എന്ത് ചെയ്തത്, പങ്കെടുത്തത്. അന്ന് പങ്കെടുത്തത് മോസ്കോ കോൺഫറൻസ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അത് എന്നാണെന്ന് ചോദിച്ചാൽ 43 ഒക്ടോബർ നവംബർ മാസത്തിലാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് യാൾട്ട കോൺഫറൻസ്. എന്നാൽ യാൾട്ട കോൺഫറൻസിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ആരൊക്കെയാണ്, റൂസ്വെൽറ്റും അതേപോലെ തന്നെ ചർച്ചിലുമാണ് യാൾട്ട കോൺഫറൻസിൽ പങ്കെടുത്തത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. യാൾട്ട കോൺഫറൻസിൽ പങ്കെടുത്ത ലോക നേതാക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും അതേപോലെ തന്നെ വിൻസ്റ്റൺ ചർച്ചിലും അതേപോലെ തന്നെ ആരാണ്, സ്റ്റാലിനുമാണ്. ഓക്കെ, അതേപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയ്ക്ക് ആ പേര് നിർദ്ദേശിച്ച സമ്മേളനമാണ് വാഷിങ്ടൺ സമ്മേളനം. നടന്ന വർഷം 1942 ഐക്യരാഷ്ട്രസഭയ്ക്ക് ആ പേര് നിർദ്ദേശിച്ച സമ്മേളനം വാഷിങ്ടൺ സമ്മേളനം നടന്നത്. UN-ന്റെ ഭരണഘടന അറിയപ്പെടുന്നതാണ് UN ചാർട്ടർ എന്ന്. ഓക്കെ, അപ്പോൾ UN-ന്റെ ഭരണഘടന ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്, ചാർട്ടർ, UN ചാർട്ടർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ലീഗ് ഓഫ് നേഷന്റെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു കുറച്ചു മുമ്പ് കവനന്റ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ലീഗ് ഓഫ് നേഷൻ അല്ലെങ്കിൽ സർവ്വരാജ്യ സഖ്യത്തിന്റെ ഭരണഘടന അറിയപ്പെട്ടത് കവനന്റ്. ഇത് എന്താണ്,
ഇത് UN ചാർട്ടർ എന്ന പേരിലാണ് UN-ന്റെ ഭരണഘടന അറിയപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസ് ആയിട്ട് ഇതിൻ്റെ അകത്ത് നോക്കാനുള്ള കാര്യങ്ങൾ. പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. സ്ഥാപിച്ചത് മക്കളെ വെരി വെരി ഇമ്പോർട്ടൻ്റ് 45 ഒക്ടോബർ 24. ആസ്ഥാനം എപ്പോഴും ചോദിക്കാറുണ്ട്, ആസ്ഥാനം ന്യൂയോർക്ക് മാൻഹട്ടൻ. പക്ഷേ യൂറോപ്യൻ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് മക്കളെ ജനീവയാണ്, ജനീവ. അംഗസംഖ്യ 193 ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടന, ഏറ്റവും വലിയ കായികേതര അന്താരാഷ്ട്ര സംഘടന, മനുഷ്യാവകാശ സങ്കല്പത്തിന് ഉത്തേജനം നൽകിയ സംഘടന, ദേശീയ പരമാധികാരവും വൻ ശക്തി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്ന സംഘടന, അന്തർദേശീയ സമാധാനവും സുരക്ഷയും പരിപോഷിപ്പിക്കാനായി നിലവിൽ വന്ന സംഘടനയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് വഴിവെച്ച ഉടമ്പടി അറ്റ്ലാന്റിക് ചാർട്ടർ. ശ്രദ്ധിക്കണം, ആദ്യത്തെ ഉടമ്പടി ചോദിച്ചു കഴിഞ്ഞാൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് വഴിവെച്ച ഉടമ്പടി അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ച നേതാക്കൾ നമുക്കറിയാം, ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലുമാണ്. ഐക്യരാഷ്ട്ര സംഘടന എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും യുണൈറ്റഡ് നേഷൻ എന്ന പേര് നിർദ്ദേശിച്ചതും ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആണ്. അതേപോലെ തന്നെ അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത് 41 ഓഗസ്റ്റ് 14 അറ്റ്ലാന്റിക് ചാർട്ടർ 41 ഓഗസ്റ്റ് 14. അതേപോലെ നമ്മൾ പറഞ്ഞു മോസ്കോ കോൺഫറൻസിൽ പങ്കെടുത്തത് 4 രാജ്യങ്ങളാണ്, സോവിയറ്റ് യൂണിയൻ, ബ്രിട്ടൻ, അമേരിക്ക, ചൈന എന്നിവരാണ്. യാൾട്ട കോൺഫറൻസ് ആണ് ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് പങ്കെടുത്ത പ്രമുഖ നേതാക്കളാണ് ചർച്ചിൽ, റൂസ്വെൽറ്റ്, സ്റ്റാലിൻ. ഇനി ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ആ പേര് നിർദ്ദേശ സമ്മേളനം ചോദിച്ചു കഴിഞ്ഞാൽ അത് വാഷിങ്ടൺ സമ്മേളനമാണ്. നടന്നത് 42 ഓർത്ത് വയ്ക്കുക. UN-ന്റെ ഭരണഘടന അറിയപ്പെടുന്നത് UN ചാർട്ടർ. ഓക്കെ, ഇനി UN-ന്റെ ലക്ഷ്യങ്ങളാണ്. ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്നും രക്ഷിക്കുക, മനുഷ്യാവകാശങ്ങൾ ചെറുതും വലുതുമെന്ന വ്യത്യാസമില്ലാതെ രാജ്യങ്ങളുടെ അവകാശങ്ങളും ഊട്ടിയുറപ്പിക്കുക, സാമൂഹിക പുരോഗതിക്കും ഉയർന്ന ജീവിത നിലവാരം ആർജിക്കുന്നതിനും രൂപപ്പെടുത്തുന്ന കരാറുകളും അന്തർദേശീയ നിയമങ്ങളും ബഹുമാനിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുക, അയൽ രാജ്യങ്ങൾ തമ്മിൽ സഹിഷ്ണുതയും സമാധാനത്തിലും അധിഷ്ഠിതമായ ബന്ധം വളർത്തുക, ലോക സമാധാനത്തിനും സുരക്ഷിതത്തിനുമായി ഒരുമിക്കുക, ലോക ജനതയുടെ പൊതു താല്പര്യത്തിനല്ലാതെ സായുധ സേനയെ ഉപയോഗിക്കില്ല എന്ന് ഉറപ്പുവരുത്തുക, മനുഷ്യരാശിയുടെ മുഴുവൻ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതിക്കായി അന്തർദേശീയ സംവിധാനങ്ങളെ ഉപയോഗിക്കുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് എന്തെന്ന് പറയുന്നത് UNO, അതായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്നും രക്ഷിക്കുക, മനുഷ്യാവകാശങ്ങളും ചെറുതും വലുതും എന്ന വ്യത്യാസമില്ലാതെ രാജ്യങ്ങളുടെ അവകാശങ്ങളെ ഊട്ടി ഉറപ്പിക്കുക, സാമൂഹിക പുരോഗതിക്കും ഉയർന്ന ജീവിത നിലവാരം ആർജിക്കുന്നതിനും രൂപപ്പെടുത്തുന്ന കരാറുകളും അന്തർദേശീയ നിയമങ്ങളെയും ബഹുമാനിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുക, അയൽ രാജ്യങ്ങൾ തമ്മിൽ സഹിഷ്ണുതയിലും സമാധാനത്തിലും അധിഷ്ഠിതമായ ബന്ധം വളർത്തുക, ലോക സമാധാനത്തിനും സുരക്ഷിതത്തിനുമായി ഒരുമിപ്പിക്കുക, ലോക ജനതയുടെ പൊതു താല്പര്യത്തിനല്ലാതെ സായുധ സേനയെ ഉപയോഗിക്കില്ല എന്ന് ഉറപ്പുവരുത്തുക, മനുഷ്യരാശിയുടെ മുഴുവൻ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതിക്കായി അന്തർദേശീയ സംവിധാനങ്ങളെ ഉപയോഗിക്കുക. ഇതൊക്കെയായിരുന്നു മെയിനായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. UNOയുടെ ലക്ഷ്യം നിർവചിച്ചിരിക്കുന്ന UN ചാർട്ടിലെ ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 1. അപ്പോൾ UNOയുടെ ലക്ഷ്യം നിർവചിച്ചിരിക്കുന്ന UN ചാർട്ടിലെ ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദം അല്ലെങ്കിൽ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 1 മക്കളെ ഓർത്തു വയ്ക്കുക. UN-ന്റെ ലക്ഷ്യങ്ങളും അംഗരാജ്യങ്ങളുടെ അവകാശങ്ങളും കടമകളും പ്രതിപാദിക്കുന്ന ഔദ്യോഗിക രേഖയാണ് UN ചാർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ UN-ന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അംഗരാജ്യങ്ങളുടെ അവകാശങ്ങളും അതേപോലെ തന്നെ അവരുടെ കടമകളും ഒക്കെ പ്രതിപാദിക്കുന്ന ഔദ്യോഗിക രേഖയാണ് UN ചാർട്ടർ എന്ന് പറയുന്നത്. UN ചാർട്ടറിൻ്റെ ആമുഖം തയ്യാറാക്കിയ മുഖ്യ ശില്പിയാണ് ഫീൽഡ് മാർഷൽ സ്മട്സ്. ചോദിച്ചേക്കുന്ന ചോദ്യമാണ്, മറക്കരുത്, ശ്രദ്ധിക്കുക. UN ചാർട്ടറിൻ്റെ ആമുഖം തയ്യാറാക്കിയ മുഖ്യ ശില്പിയാണ് ആരെന്ന് പറയുന്നത്, ഫീൽഡ് മാർഷൽ സ്മട്സ് എന്ന് പറയുന്നത്. ഫീൽഡ് മാർഷൽ സ്മട്സ് ആണ്. ശ്രദ്ധിക്കുക, UN ചാർട്ടറിൻ്റെ ആമുഖം തയ്യാറാക്കിയ മുഖ്യ ശില്പിയാണ് ഫീൽഡ് മാർഷൽ സ്മട്സ്. മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക, ഫീൽഡ് മാർഷൽ സ്മട്സ്. UN ചാർട്ടറിന് രൂപം നൽകിയ സമ്മേളനം നടന്നത് വാഷിങ്ടൺ DC-യിലെ ഡംബാർട്ടൺ ഓക്സ് എന്ന് പറയുന്ന സ്ഥലമാണ് 1944. ഓക്കെ, അപ്പോൾ UN ചാർട്ടറിന് രൂപം നൽകിയ സമ്മേളനം വാഷിങ്ടൺ DC-യിലെ
ഡംബാർട്ടൺ ഓക്സ് 1944. UN ചാർട്ടർ ഒപ്പുവെച്ചത് എന്നാന്ന് ചോദിച്ചാൽ 1945 ജൂൺ 26. ശ്രദ്ധിക്കുക, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. UN ചാർട്ടർ ഒപ്പുവെച്ചത് 1945 ജൂൺ 26 UN ചാർട്ടർ ഒപ്പുവെച്ചത് 45 ജൂൺ 26. UN ചാർട്ടർ ഒപ്പുവെച്ച സമ്മേളനം സാൻ ഫ്രാൻസിസ്കോ സമ്മേളനമാണ്. 1945 സാൻ ഫ്രാൻസ് സമ്മേളനത്തിൽ വെച്ച് 50 രാജ്യങ്ങളാണ് UN ചാർട്ടറിൽ ഒപ്പുവെച്ചത്. അപ്പോൾ സാൻ ഫ്രാൻസിസ് സമ്മേളനത്തിൽ വെച്ച് എത്ര രാജ്യങ്ങളാണ് 1945 ഒപ്പുവെച്ചതെന്ന് ചോദിച്ചാൽ 50 രാജ്യങ്ങളാണ്. എന്നാൽ UNO സ്ഥാപക അംഗങ്ങളുടെ എണ്ണം 51. 51 ഒപ്പുവെച്ച പോളണ്ടിനെയും സ്ഥാപക അംഗമായി പരിഗണിക്കുന്നു. പോളണ്ട് 1945 ഒക്ടോബർ 15 പോളണ്ട് ഒപ്പുവെച്ചതെന്നും ഓർക്കുക. അപ്പോൾ സ്ഥാപക അംഗങ്ങളുടെ പട്ടികയിൽ അങ്ങനെ ആര് വന്നു? പോളണ്ട് കൂടി വന്നു. അങ്ങനെ 50 എന്നുള്ളത് 51. അപ്പോൾ സാൻ ഫ്രാൻസിസ്കോ സമ്മേളനത്തിൽ 50 രാജ്യങ്ങൾ ഒപ്പിട്ടു. എന്നെങ്കിലും ഈ പറയുന്ന 51 രാജ്യങ്ങളായി പോളണ്ടിനെ കൂടി പരിഗണിപ്പിക്കുന്നു. 1945 ഒക്ടോബർ 15 എന്ത് ചെയ്തത്? പോളണ്ട് ഒപ്പുവെച്ചത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി UN ഔപചാരികമായി നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1945 ഒക്ടോബർ 24. അപ്പോൾ UN ഔപചാരികമായി നിലവിൽ വന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ, എന്നാണ് UN ഔപചാരികമായി നിലവിൽ വന്നത്? 1945 ഒക്ടോബർ 24 UN ഔപചാരികമായി നിലവിൽ വന്നത്. ഓക്കെ, അപ്പോൾ UN ഔപചാരികമായി നിലവിൽ വന്നത് 45 ഒക്ടോബർ 24. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് കേട്ടോ മക്കളെ, തെറ്റിക്കരുത്. ഇനി UN ദിനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ 24 UN ദിനം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യമാണ് ഇത് നിങ്ങളുടെ ലോകമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, ആപ്തവാക്യം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഗൂഗിളിൻ്റെ ആപ്തവാക്യം എന്താണ്? മൈക്രോസോഫ്റ്റിൻ്റെ ആപ്തവാക്യം എന്താണ്? BSNLിൻ്റെ ആപ്തവാക്യം എന്താണ്? മിൽമയുടെ ആപ്തവാക്യം എന്താണ്? അപ്പോൾ അങ്ങനെയുള്ള ആപ്തവാക്യങ്ങൾ അതിന് നമുക്കൊരു ക്ലാസ് ചെയ്യാം, പേടിക്കൊന്നും വേണ്ട. അപ്പോൾ എന്ത് ചെയ്യാം, അതെല്ലാം നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യം ഇത് നിങ്ങളുടെ ലോകമാണ്. UN പതാക നിലവിൽ വന്നത് 1947 ഒക്ടോബർ 20 UNന്റെ പതാക നിലവിൽ വന്നത്. മക്കളെ ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ആപ്തവാക്യമൊക്കെ എടുത്തിട്ട് PSC ചോദിക്കും, താഴെ പറയുന്ന പ്രസ്താവനയിൽ UNുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ മാത്രം തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ചോദ്യം, ഇത് നിങ്ങളുടെ ലോകമാണ് എന്നുള്ളതായിരുന്നു ഐക്യരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യം എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, മൊത്തമായി അങ്ങ് വായിച്ചു പഠിക്കുക. ഓക്കെ, UN പതാകയുടെ നിറമാണ് ഇളം നീല. ഇളം നീല പശ്ചാത്തലത്തിൽ ഒലിവ് ശാഖകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ലോക ഭൂപടത്തിൻ്റെ ഉത്തര ധ്രുവത്തിൻ്റെ ഭാഗമാണ് പതാകയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇളം നീല പശ്ചാത്തലത്തിൽ ഒലിവ് ശാഖകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ലോക ഭൂപടത്തിൻ്റെ ഉത്തര ധ്രുവത്തിൻ്റെ ഭാഗമാണ് പതാകയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി UN ചാർട്ടർ വിവർത്തനം ചെയ്യപ്പെട്ട ഇന്ത്യൻ ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ, ഏതാണ്? സംസ്കൃതമാണ്. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് UN ചാർട്ടർ വിവർത്തനം ചെയ്യപ്പെട്ട ഇന്ത്യൻ ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, സംസ്കൃതമാണ്. അപ്പോൾ ചരിത്രത്തിൽ തന്നെ ആദ്യമായി UN ചാർട്ടർ വിവർത്തനം ചെയ്യപ്പെട്ട ഇന്ത്യൻ ഭാഷയാണ് സംസ്കൃതം. UN ചാർട്ടർ സംസ്കൃതത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഡോക്ടർ ജിതേന്ദ്ര കുമാർ ത്രിപാഠിയാണ്. ഓക്കെ, അപ്പോൾ UN ചാർട്ടർ സംസ്കൃതത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡോക്ടർ ജിതേന്ദ്ര കുമാർ ത്രിപാഠിയാണ്. ഓക്കെ, അപ്പോൾ ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഇന്ത്യ UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ എന്നാണ്? 1945 ജൂൺ 26 ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇന്ത്യ UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് 45 ജൂൺ 26. ഇന്ത്യക്ക് വേണ്ടി UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് രാമസ്വാമി മുതലിയാർ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ നിലവിൽ നമ്മൾ പറഞ്ഞു ചരിത്രത്തിൽ ആദ്യമായി UN ചാർട്ടർ വിവർത്തനം ചെയ്തത് സംസ്കൃതമാണ്. UN ചാർട്ടർ സംസ്കൃതത്തിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് ജിതേന്ദ്ര കുമാർ ത്രിപാഠിയാണ്. ഇന്ത്യൻ UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് എന്നാന്ന് ചോദിച്ചാൽ 45 ജൂൺ 26 ഇന്ത്യ UN ചാർട്ടറിൽ ഒപ്പുവെച്ചത്. ഇന്ത്യക്ക് വേണ്ടി UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് രാമസ്വാമി മുതലിയാർ. ഇങ്ങനെ തന്നെ PSC ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യക്ക് വേണ്ടി UN ചാർട്ടറിൽ ഒപ്പുവെച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് രാമസ്വാമി മുതലിയാർ. ഇന്ത്യ UNൽ ഔദ്യോഗികമായി അംഗമായത് 1945
ഒക്ടോബർ 30-നാണ്. അപ്പോൾ ഇന്ത്യ UN-ൽ ഔദ്യോഗികമായി അംഗമായത് 1945 ഒക്ടോബർ 30-നാണ്. ഇന്ത്യ UN-ൽ ഔദ്യോഗികമായി അംഗമായത് 45 ഒക്ടോബർ 30. UN-ൽ അംഗമായ 29ാമത്തെ രാജ്യം ചോദിച്ചാൽ അതാണ് ഇന്ത്യ. അപ്പോൾ UN-ൽ അംഗമായ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ 29ാമത്തെ രാജ്യം. എന്നാണ് ഇന്ത്യ UN-ൽ അംഗമായത്? 1945 ഒക്ടോബർ 30. ഇന്ത്യയിലെ UN ഇൻഫർമേഷൻ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ UN ഇൻഫർമേഷൻ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ന്യൂഡൽഹിയാണ്. UN-ന്റെ ചിഹ്നം അംഗീകരിക്കപ്പെട്ടത് 46 ഡിസംബർ 7. ഓക്കെ. UN ആസ്ഥാന മന്ദിരം പണി കഴിപ്പിക്കാൻ ആവശ്യമായ 18 ഏക്കർ ഭൂമി സൗജന്യമായി നൽകിയ അമേരിക്കൻ കോടീശ്വരനാണ് ജോൺ ഡി റോക്ക് ഫെല്ലർ. ഓക്കെ. അപ്പോൾ ജോൺ ഡി റോക്ക് ഫെല്ലർ ആണ് UN ആസ്ഥാന മന്ദിരം പണി കഴിപ്പിക്കാനായിട്ട് 18 ഏക്കർ ഭൂമിയാണ് നിലവിൽ എന്ത് ചെയ്തത്? ഈ പറയുന്ന അമേരിക്കൻ കോടീശ്വരനായിട്ടുള്ള ജോൺ ഡി റോക്ക് ഫെല്ലർ എന്ത് ചെയ്തത്? ഫ്രീ ആയിട്ട് കൊടുത്തത്. ഓക്കെ. ഇനി UN-ന്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായ നഗരമാണ് ലണ്ടൻ. UN-ന്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായ നഗരം ലണ്ടനാണ്. ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള ഏറ്റവും ചെറിയ രാജ്യമാണ് മൊണോക്കോ. അപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ ബേസ് ചോദ്യമാണ്, പ്രത്യേകിച്ചും ഈ പറയുന്ന നമുക്ക് എന്താണ് പ്രിലിംസുകൾക്കൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള ഏറ്റവും ചെറിയ രാജ്യം മൊണോക്കോ. UN-ൽ അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യം ചോദിച്ചാൽ അത് വത്തിക്കാനാണ്. ഏഷ്യൻ രാജ്യം ചോദിച്ചാൽ അത് തായ്വാനാണ്. UN-ൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് തായ്വാനാണ്, 1971. രണ്ടാമത്തെ രാജ്യം ചോദിച്ചാൽ അത് യൂഗോസ്ലാവിയാണ്, 1992 യൂഗോസ്ലാവിയ. ഓക്കെ. UN-ന്റെ ഏറ്റവും ഒടുവിൽ അംഗമായ രാജ്യം ചോദിച്ചാൽ ഇത് ഒത്തിരി തവണ PSC ചോദിച്ചേക്കണ ചോദ്യമാണ് കേട്ടോ. UN-ലെ ഏറ്റവും ഒടുവിൽ അംഗമായ രാജ്യം ചോദിച്ചാൽ അത് ദക്ഷിണ സുഡാനാണ്. 193ാമത്തെ രാജ്യമാണ് ദക്ഷിണ സുഡാൻ എന്ന് പറയുന്നത്. അപ്പോൾ UN-ലെ ഏറ്റവും ഒടുവിൽ അംഗമായ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ദക്ഷിണ സുഡാനാണ്. എത്രാമത്തെ രാജ്യ? 193ാമത്തെ രാജ്യമാണ് ദക്ഷിണ സുഡാൻ. 192ാമത്തെ രാജ്യമാണ് മോണ്ടിനെഗ്രോ. 191ാമത്തെ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ കിഴക്കൻ തിമൂർ. 190ാമത്തെ രാജ്യം ചോദിച്ചാൽ അത് സ്വിറ്റ്സർലൻഡ് ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ UN-ലെ ഏറ്റവും ഒടുവിൽ അംഗമായ രാജ്യം ദക്ഷിണ സുഡാൻ 193. 192ാമത്തെ രാജ്യം മോണ്ടിനെഗ്രോ. 191ാമത്തെ രാജ്യമാണ് കിഴക്കൻ തിമൂർ. 190ാമത്തെ രാജ്യം ചോദിച്ചാൽ അത് സ്വിറ്റ്സർലൻഡ് ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ബേസ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് UNOയുടെ ലക്ഷ്യം നിർവചിച്ചിരിക്കുന്ന UN ചാർട്ടിലെ ആർട്ടിക്കിൾ ചോദിച്ചാൽ ആർട്ടിക്കിൾ 1. UN-ന്റെ ലക്ഷ്യങ്ങൾ അംഗരാജ്യങ്ങളുടെ അവകാശങ്ങളും കടമകളും പ്രതിപാദിക്കുന്ന ഔദ്യോഗിക രേഖയാണ് UN ചാർട്ടർ എന്ന് പറയുന്നത്. UN ചാർട്ടറിൻ്റെ ആമുഖം തയ്യാറാക്കിയ വ്യക്തിയാണ് ഫീൽഡ് മാർഷൽ സ്മട്സ്. ശ്രദ്ധിക്കുക, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഫീൽഡ് മാർഷൽ സ്മട്സ്. UN ചാർട്ടർ രൂപം നൽകിയ സമ്മേളനം നടന്നത് വാഷിങ്ടൺ DC-യിലെ ഡംബാർട്ടൺ ഓക്സ് ആണ്, 1944. UN ചാർട്ടർ ഒപ്പുവെച്ചത് 45 ജൂൺ 26. UN ചാർട്ടർ ഒപ്പുവെച്ച സമ്മേളനമാണ് സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം എന്ന് പറയുന്നത്. അന്ന് 50 രാജ്യങ്ങളാണ്, പിന്നീട് അത് 51 അതിലൊന്നാണ് പോളണ്ട് എന്ന് പറയുന്നത്. ഔപചാരികമായി നിലവിൽ വന്നത് 45 ഒക്ടോബർ 24. ഒക്ടോബർ 24 UN ദിനമായി ആചരിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യം ഇത് നിങ്ങളുടെ ലോകം എന്നുള്ളതാണ്. UN പതാക നിലവിൽ വന്ന് 47 ഒക്ടോബർ 20. പതാകയുടെ നിറം ഇളം നീലയാണ്. അതേപോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായി UN ചാർട്ടർ വിവർത്തനം ചെയ്യപ്പെട്ട ഇന്ത്യൻ ഭാഷയാണ് സംസ്കൃതം എന്ന് പറയുന്നത്. UN ചാർട്ടർ സംസ്കൃതത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ ജിതേന്ദ്ര ത്രിപാഠി എന്നുള്ളത് ഓർത്തു വയ്ക്കുക, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇന്ത്യ UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് 45 ജൂൺ 26. ഇന്ത്യക്ക് വേണ്ടി UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് രാമസ്വാമി മുതലിയാറാണ്. ഇന്ത്യ UN-ന്റെ ഔദ്യോഗികമായി അംഗമായത് 45 ഒക്ടോബർ 30. UN-ന്റെ അംഗമായ 29ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ UN ഇൻഫർമേഷൻ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയാണ്. അതേപോലെ UN ചിഹ്നം അംഗീകരിക്കപ്പെട്ടത് 46 ഡിസംബർ 7. UN-ന്റെ ആസ്ഥാന മന്ദിരം പണി കഴിപ്പിക്കാൻ ആവശ്യമായ 18 ഏക്കർ ഭൂമി സൗജന്യമായി നൽകിയ അമേരിക്കൻ കോടീശ്വരനാണ് ജോൺ ഡി റോക്ക് ഫെല്ലർ. UN-ന്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് ലണ്ടനാണ്. ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള ഏറ്റവും ചെറിയ രാജ്യം മൊണോക്കോ.
UN അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യം വത്തിക്കാൻ, ഏഷ്യൻ രാജ്യം തായ്വാൻ. അതേപോലെ തന്നെ ആദ്യം പുറത്താക്കപ്പെട്ട രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? തായ്വാനാണ്. രണ്ടാമത്തേതാണെങ്കിൽ യൂഗോസ്ലാവിയ ആണ്. UN ഏറ്റവും ഒടുവിൽ അംഗമായ രാജ്യം ദക്ഷിണ സുഡാൻ 193, 192 മോണ്ടിനെഗ്രോ, 191 കിഴക്കൻ തിമോർ, 190 ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്വിറ്റ്സർലൻഡ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇനി കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ച ചോദ്യമാണ് ഫ്രസ്ക. അതായത് UN ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? അപ്പോൾ UN ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ 6 എണ്ണമാണ്. അതിൻ്റെ കോഡാണ് ഫ്രസ്ക എന്നുള്ളത്. ശ്രദ്ധിക്കുക, ഓർത്തു വെച്ചോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു മാർക്ക് പ്രതീക്ഷിക്കാം. UN ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ഏതാണെന്ന് ചോദിച്ചാൽ 6 എത്ര ഭാഷകളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 6 ഏതൊക്കെയാണ്? ഫ്രസ്ക എന്ന് പറയുന്ന ഒരു കോഡ് ഓർത്ത് വെച്ചാൽ മതി മക്കളെ. സിമ്പിളായിട്ട് നിങ്ങൾ അത് ഓർത്തിരിക്കും. ഫ്രസ്ക ഇപ്പം തന്നെ ഒരു 5 പ്രാവശ്യം പറഞ്ഞോ. ഫ്രസ്കയാണ് UN ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ ഫ്രസ്ക. അപ്പോൾ നോക്കി ഏതൊക്കെയാ? ഫ്രഞ്ച്, F ഫോർ ഫ്രഞ്ച്, R ഫോർ റഷ്യ, അതേപോലെ E ഫോർ ഇംഗ്ലീഷ്, S ഫോർ സ്പാനിഷ്, അതേപോലെ C ഫോർ ചൈനീസ്, A ഫോർ അറബിക്. അങ്ങനെ ഫ്രസ്ക എന്ന് പറയുന്ന ആ ഒരു കോഡ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ UN ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 6 എണ്ണമാണെന്നുള്ളതും നിങ്ങൾ ഓർത്തിരിക്കും. ഓക്കെ. UN ഭാഷകളിൽ ഏറ്റവും ഒടുവിലായി അംഗീകരിക്കപ്പെട്ട ഭാഷയാണ് അറബിക്. അറബിക് എന്നാണ് അംഗീകരിച്ചതെന്ന് ചോദിച്ചാൽ 1973 അറബിക് അംഗീകരിച്ചത്. UN ഭാഷകളിൽ ഏറ്റവും ഒടുവിലായി അംഗീകരിക്കപ്പെട്ട ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് അറബിക്കാണ്. 1973. UN ദൈനംദിന കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭാഷകളാണ് ഇംഗ്ലീഷും ഫ്രഞ്ചും. അപ്പോൾ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ്. ഓക്കെ. ഇനി UN പ്രധാന ഘടകങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 6 ഘടകങ്ങൾ, പക്ഷെ നമുക്ക് 5 എണ്ണമാണ് ഇന്ന് നിലവിലുള്ളൂ. അപ്പോൾ അത് 5 എണ്ണവും നമുക്ക് പഠിക്കാം, 6 എണ്ണവും പഠിക്കണം. അപ്പോൾ എന്താണ് ഇത് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫ്രസ്ക എന്ന് പറയുന്ന ഒരു കോഡ് മനസ്സിലായി എന്ന് കരുതുന്നു. അതായത് UN പ്രധാനപ്പെട്ട ഭാഷകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതാണ് ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക്. അങ്ങനെ 6 ഭാഷകളാണ് നിലവിൽ നമ്മൾ പറയുന്നത് UN ഭാഷകളായിട്ട്. അങ്ങനെ UN ഭാഷകളിൽ ഏറ്റവും ഒടുവിലായി അംഗീകരിക്കപ്പെട്ട ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് അറബിക്കാന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അത് 1973 UN ഔദ്യോഗിക ഭാഷയായിട്ട് അറബിക്ക് വന്നത്. UN ദൈനംദിന കാര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ്. ഇനി UN പ്രധാന ഘടകങ്ങൾ 6 എണ്ണമാണ്, പക്ഷെ നിലവിൽ ഇന്ന് 5 എണ്ണമാണുള്ളൂ. അപ്പോൾ നമുക്ക് 6 എണ്ണവും പഠിക്കാം. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് പൊതുസഭ ജനറൽ അസംബ്ലി, 2 രക്ഷാസമിതി സെക്യൂരിറ്റി കൗൺസിൽ, 3 സാമ്പത്തിക സാമൂഹിക സമിതി എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, 4 അന്താരാഷ്ട്ര നീതിന്യായ കോടതി, 5 സെക്രട്ടേറിയറ്റ്, 6 പരിരക്ഷണ സമിതി ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. അപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. UN പ്രധാന ഘടകങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഒന്ന് പൊതുസഭ ജനറൽ അസംബ്ലി, ശ്രദ്ധിക്കുക, പൊതുസഭ ജനറൽ അസംബ്ലി. രക്ഷാസമിതി സെക്യൂരിറ്റി കൗൺസിലാണ്, സെക്യൂരിറ്റി കൗൺസിൽ. സാമ്പത്തിക സാമൂഹിക സമിതി എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലാണ്, സാമ്പത്തിക സാമൂഹിക സമിതി എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. സെക്രട്ടേറിയറ്റ് അടുത്തതാണ് പരിരക്ഷണ സമിതി ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്താണ് UN പ്രധാനപ്പെട്ട ഘടകങ്ങൾ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റായിട്ടൊന്ന് പഠിക്കുക. അതിനുശേഷം ഇതിൻ്റെ ബാക്കി നമ്മൾ UN പ്രധാന ഘടകങ്ങളായിട്ടുള്ള പൊതുസഭ, രക്ഷാസമിതി, സാമ്പത്തിക സാമൂഹ്യ സമിതി, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, സെക്രട്ടേറിയറ്റ്, പരിരക്ഷണ സമിതി, അതേപോലെ തന്നെ UN ഏറ്റവും പ്രധാനപ്പെട്ട ബാക്കി സംഘടനകൾ അതേപോലെ തന്നെ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും നമ്മൾ പറഞ്ഞ് സെറ്റായി പഠിച്ച് തന്നെയാണ് പോയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം ഓർത്തെടുക്കാൻ പറ്റുമെന്ന് തന്നെ കരുതുന്നു. ഇതിനുശേഷം എന്ത് ചെയ്യുക, വൈകിട്ടത്തെ ക്വസ്റ്റ്യൻ പോളിലും എല്ലാവരും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായ ഒരു റിവിഷനിലൂടെ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് പറ്റും. അതേപോലെ തന്നെ
നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQസുകളൊക്കെ ചെയ്ത് മുന്നോട്ടേക്ക് പോകാം. അതേപോലെ തന്നെ നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ എക്സാമിനോടനുബന്ധിച്ച് ഏറ്റവും ഫൈനൽ സ്റ്റേജിൽ നമ്മൾ റാങ്ക് ബൂസ്റ്റർ ആയിട്ടുള്ള കുറേ ക്ലാസ്സുകളും നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ മാക്സിമം ബാക്കിയുള്ള ക്ലാസ്സുകൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് റിവിഷനിലേക്ക് കടക്കാനുള്ള പരിപാടികൾ നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.